ഇതേപോലൊരു കേക്ക് എങ്ങനെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ആദ്യമായിട്ട് ഒരു ബൗളെടുത്ത് 1 കപ്പ് മൈദപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇതെല്ലാം ഇട്ട് നല്ല ഒരു 2-3 പ്രാവശ്യം അരിച്ചെടുക്കുക. എന്നാലേ കേക്ക് നല്ല സോഫ്റ്റ് ആവുള്ളൂ. ഇനി ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം മാറ്റി വെച്ച് ഒരു ബൗളിലേക്ക് 2 മുട്ട, ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് എല്ലാം ഒഴിച്ച് നമുക്ക് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുക. നല്ല ഫ്ലഫി ആയിട്ട് തന്നെ ഈ മുട്ടേൻ്റെ മിക്സ് ബീറ്റ് ചെയ്തെടുക്കുക. നേരത്തെ മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസും ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസും എല്ലാം കൂടെ നമുക്ക് മിക്സാക്കി എടുക്കാം. അങ്ങനെ ഓവർ മിക്സ് ചെയ്തുകൂടാ, കുറച്ചായിട്ട് മെല്ലെ മിക്സ് ചെയ്തെടുക്കുക. കട്ടിയായി പോകുന്നുണ്ടെങ്കിൽ കുറച്ച് പാലും കൂടി ചേർത്ത് മിക്സാക്കാം. നമ്മളെ കേക്ക് ബാറ്റർ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ പ്രീഹീറ്റ് ചെയ്യാൻ 10 മിനിറ്റ് മുമ്പ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ച എയർ ഫ്രയറിൽ 160 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റാണ് ബേക്ക് ചെയ്യാൻ വെക്കുന്നത്. നിങ്ങളേമ ഓവൻ ഉണ്ടെങ്കിൽ അതിലും വെക്കാം. കേക്ക് ബേക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ക്രീം റെഡിയാക്കാം. ഞാനിവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. നമുക്കൊരു ബീറ്റർ ഉപയോഗിച്ച് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 3-4 മിനിറ്റ് ബീറ്റ് ചെയ്താൽ തന്നെ നമ്മളെ ക്രീം നല്ല സ്റ്റിഫായി കിട്ടും. ഇനി ഡെക്കറേഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ.